ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഖിലാമനു. അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലമായതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അതെന്താണെന്നല്ലേ, ഇന്ന് എൻ്റെ അനിയത്തിയുടെ അരങ്ങേറ്റാണ് കേട്ടോ. കുഞ്ഞിലേ മുതൽ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, ഇപ്പോഴും എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്നൊക്കെ. പക്ഷേ എന്തോ അതൊന്നും നടന്നില്ല നമ്മുടെയൊന്നും ചെറുപ്പത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അനിയത്തിയിലൂടെ ഞാൻ ആ ഒരു എന്താ പറയുക ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവളുടെ അരങ്ങേറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് മുന്നേ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ വീട് ദ്വീപിലാണ്. അപ്പം നമ്മൾ അക്കരയിലേക്ക് പോകണമെങ്കിൽ വള്ളത്തിൽ പോകണം കേട്ടോ. അപ്പം ഇതേ ഞാനും എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, അരങ്ങേറുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുണ്ടന്നൂരുള്ള കല്ലാത്ത എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അരങ്ങേറ്റം. അപ്പോൾ ദേ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ദേ ഇതാണ് എൻ്റെ അനിയത്തി. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഇച്ചിരി ഇമോഷണലായി പോയി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേഷമൊക്കെ ഞാനിങ്ങനെ ടി വിയിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ പറയുക വീട്ടിൽ അങ്ങനെ ഒരാൾ ഒരുങ്ങി നിൽക്കുക എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അപ്പോൾ അത് എൻ്റെ അനിയത്തിലൂടെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇതിൻ്റെ ഒരു മേക്കപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുന്നതല്ലേ. അത് മാത്രമല്ല കുറേ അധികം കുട്ടികളുണ്ടായിരുന്നു അരങ്ങേറ്റത്തിന്, അതും പല പല വിഭാഗങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈം എടുക്കുന്ന ഒരു പരിപാടി ആയത് കാരണം അവൾ രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഉച്ചയോട് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ ദേ ഒരു സൈഡിൽ നമ്മുടെ മേക്കപ്പിൻ്റെ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാറുവിനെ അവർ വെള്ളം പൂശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മേക്കപ്പ് ഇടുന്നത് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് നമ്മുടെ സത്യഭാമ ടീച്ചറിനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കറുത്ത കുട്ടികൾക്ക് പറ്റിയ പണിയല്ല, അവർ വല്ല അമ്പലപ്പറമ്പിലും ഒക്കെ ഡാൻസ് ചെയ്താൽ മതിയെന്നും ഇത്തരം കലാരൂപങ്ങളൊക്കെ നല്ല വെളുത്ത കുട്ടി അവതരിപ്പിക്കേണ്ടതെന്നൊക്കെ ആയിരുന്നല്ലോ പുള്ളിക്കാരിയുടെ വൻ വിവാദമായിട്ടുള്ള പ്രസ്താവന. ഞാൻ പറയട്ടെ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു കലാബോധവും ഒരു കഴിവും ഒക്കെ വേണ്ടേ? അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടായാലും വിവരമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്നിരുന്നാലും നല്ല കലാബോധമുള്ള അല്ലെങ്കിൽ കഴിവുള്ള നല്ല കലാകാരന്മാരും ഇതുപോലുള്ള ഒരുപാട് അധ്യാപകരും ഒക്കെ ഉള്ളിടത്തോളം കാലം കലയും കലാകാരന്മാരും ഒക്കെ ഇതുപോലെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ കുട്ടികളുടെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ നൃത്ത അധ്യാപികയായിട്ടുള്ള ആതിര ടീച്ചർ ഓരോ കുട്ടികൾക്കും ചിലങ്ക കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇനി അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കാലിലുമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ചിലങ്കിൽ തൊടാനുള്ളൊരു ഭാഗ്യം എനിക്കും ലഭിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ അരങ്ങേറ്റം നടത്താൻ പോകുന്ന ഓഡിറ്റോറിയം. അപ്പോൾ സ്റ്റേജൊക്കെ നന്നായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇനി നല്ല ഒന്നാന്തര ഫോട്ടോ സെഷനാണ് കേട്ടോ. ഇത് ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാ കുട്ടികൾക്കും ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം അവിടെ സെറ്റായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പോസുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ അവിടെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒട്ടും പിന്നോട്ടില്ലാതെ ടീച്ചറും ടീച്ചറിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും പരിപാടികളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുട്ടികളെല്ലാവരും ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അങ്ങനെ ഫസ്റ്റ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും ഇത് കണ്ടില്ലേ, അരിപ്പെണ്ണാണെങ്കിൽ അവരോരോന്ന് കാണിക്കുമ്പോൾ ഇവളത് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഒട്ടനെ തന്നെ ഒരരങ്ങേറ്റം കൂടി നടത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അനിയത്തിയുടെയൊക്കെ ഫസ്റ്റ് പെർഫോമൻസ് തുടങ്ങി കേട്ടോ.
അങ്ങനെ എൻ്റെ അനിയത്തിയുടെ അരങ്ങേറ്റത്തിന് ശേഷം ബാക്ക് സ്റ്റേജിലുള്ള എൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കാതെ പോയൊരു സ്വപ്നം അവളിലൂടെ വിജയിച്ച് കണ്ടപ്പോഴുണ്ടായ എൻ്റെ ഒരു ആനന്ദക്കണ്ണീരാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഈ നിൽക്കുന്ന അനിയത്തി കൊച്ച് ഞാൻ അറിഞ്ഞില്ല അവൾ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അതെൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു മെമ്മറി ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അങ്ങനെ അവളുടെ കൂട്ടുകാരും നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലയ്ക്ക് കളറെന്നല്ല പ്രായവും ഒരു പ്രശ്നമല്ല എന്ന് കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഈ അമ്മമാരുടേത്. ഇതിൽ ഈ നടുക്ക് നിന്ന് കളിക്കുന്ന അമ്മയ്ക്ക് പേരക്കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇതിനു വേണ്ടി തയ്യാറെടുത്ത ആ ഒരു മനസ്സ് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. മനസ്സുണ്ടെങ്കിൽ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാമെന്ന് കാണിക്കുന്ന ഒരു വലിയൊരു റോൾ മോഡൽ തന്നെയായിരുന്നു ഈ അമ്മ. ഇത് ഞാൻ പറയുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഈ അമ്മ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഈ ഒരു അരങ്ങേറ്റത്തിന് ശേഷം ഒരു ആക്സിഡൻറ്റിൽ അമ്മ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അനിയത്തിയുടെയൊക്കെ ഒരു സെക്കൻഡ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് കാണാം.
അങ്ങനെ ദേ നമ്മുടെ അരങ്ങേറ്റങ്ങളെല്ലാം വളരെ ഭംഗിയായി ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഡാൻസ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.